ഇതൊരു പള്ളിയിലച്ചന്റെ അനുഭവ സാക്ഷ്യമാണ്. കുട്ടനാട്ടിൽ നിന്നും മലയിടുക്കുകളിൽ ആര്യങ്കാവിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫിലിപ്പ് തൈലച്ചൻ, എല്ലാവരും കൊച്ചുമോനച്ചൻ എന്ന് വിളിക്കുന്ന അച്ഛന്റെ അനുഭവ സാക്ഷ്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു പ്രത്യേക എനർജി ഉണ്ടാകും. അച്ഛന്റെ കയ്യിൽ നിന്ന് മയിലുകൾ തീറ്റ വാങ്ങി തിന്നുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? അച്ഛന്റെ നിരന്തര പരിശീലനം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്താണ് മയിലുകളുമായുള്ള സൗഹൃദത്തിന്റെ പിന്നിലെ രഹസ്യം? അപ്പോൾ അച്ഛൻ അതിന് ഉത്തരം നൽകിയത് ഇപ്രകാരമാണ്. ആര്യങ്കാവ് പള്ളിയിലാണ്. പള്ളിയുടെ മുറ്റത്ത് മയിലുകൾ എപ്പോഴും വരും. ചിലപ്പം കൂട്ടമായിട്ട് വരും, ചിലപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് വരും. ഈ ഒറ്റയ്ക്ക് വരുന്ന മയില് പല ദിവസങ്ങളിൽ വൈകുന്നേരം വരുവേ. പ്രത്യേകിച്ച് ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ്. സ്കൂളുള്ളപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ പോയി അവിടുത്തെ ചോറൊക്കെ തിന്ന് നിറഞ്ഞു പോകും. ഇപ്പം വരുമ്പം എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ നോക്കി വരുന്നതാണ്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ നോക്കി മുറ്റത്തെല്ലാം കുത്തി പറക്കി ഞാൻ അരിയോ ചെറുപയറോ എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുത്തി തിന്നോളും. പിന്നെ ആൾക്കാരും വന്ന് അന്നേരം ഓടി പോകും. ഇവിടെ തന്നെയുള്ള വലിയ മരങ്ങളിലാണ് ചെക്ക വരുന്നത് വൈകിട്ട് ശാന്തമായി. മിക്കപ്പോഴും നമ്മുടെ പള്ളിയുടെ മർത്തമ്മ കുരിശുണ്ട് മുകളിലത്തെ. ആ കുരിശിലിരുന്നാണ് മഴയൊക്കെ കഴിയുമ്പോൾ പീലിയൊക്കെ ഇവിടെ ഇറത്തി അവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് പീലിയൊക്കെ ഉണക്കിയിട്ട് പോകുന്നതാണ്. ഇതുപോലെ തന്നെ ആനകളുടെ കാര്യവും അച്ഛൻ പറഞ്ഞു. പെരുന്തോട്ടം പിതാവ് പോയി ധ്യാനിച്ച സ്ഥലത്ത് പള്ളിയുടെ അടുത്തേക്ക് ആനകൾ ഇറങ്ങി വരുമായിരുന്നു. ആരെയും ശല്യപ്പെടുത്തില്ല. അച്ഛൻ അതേക്കുറിച്ച് പറയുകയാണ്. അത് വളരെ രസകരമായിട്ടാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആന തേക്കിൻകാടിനിടയിൽ മുഖം മറച്ചിരുന്നു. അതിന്റെ വിചാരം അതിനെ ആരും കാണുന്നില്ലെന്നാണ്. അച്ഛൻ തന്നെ അതേപറ്റി പറയും. പിന്നെ ആര്യങ്കാവിന്റെ തന്നെ രാജാപ്പൂപ്പ് സ്ഥലത്ത് ആനകൾ വന്നിറങ്ങുന്നത് പിതാവ് താമസിച്ച സ്ഥലമാണ്. എന്നിട്ട് പിതാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് താമസിച്ച സ്ഥലത്ത് ആനകൾ അതിന്റെ തൊട്ട് മുകളിലുള്ള സ്ഥലത്ത് വന്നതാണ്. ഈ കൃഷികളൊക്കെ കുറച്ച് നശിപ്പിക്കും, വാഴയോ അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ആരെയും ഇതിൽ ഉപദ്രവിച്ചിട്ടില്ല. മനുഷ്യരെ ആരെയും മനുഷ്യരങ്ങോട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ആനകളും മനുഷ്യരെ ഇതിൽ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ദിവസം അവിടുന്ന് രാത്രിക്ക് 7 കഴിഞ്ഞ സമയത്ത് പോരുമ്പം അവിടെ റോഡിൽ ആന അപ്പോൾ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ഇത് തിട്ടയുടെ മുകളിലോട്ട് കയറുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയൊരു തേക്കുമരത്തിന്റെ അവിടെ തല മറച്ച് നിൽക്കുവാണ്. എന്നെ ആരും കാണണ്ട, ഞാൻ നിങ്ങളെ കാണുന്നില്ല, എന്നെ ആരും കാണണ്ട. തല മറച്ചാല് ബാക്കിയൊന്നും കാണത്തില്ലല്ലോ, നമ്മളെല്ലാം കാണുമല്ലോ. ആനയുടെ വിചാരം തലയും കണ്ണൂല അവിടെ തെക്കിന്റെ സൈഡിൽ ഇങ്ങനെ മറച്ച് പയ്യെ നിന്ന് ചിലരൊക്കെ പേടിച്ചങ്ങ് പോകും ഒറ്റയ്ക്ക് വരുമ്പോഴേ. പക്ഷെ ഇത് ആരും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങോട്ട് വല്ല ഉപദ്രവിക്കാനാട്ടോ പോകുമ്പോഴുള്ള ഉപദ്രവമുള്ളൂ. കാട്ടിലെ മാനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങൾ നന്നായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇല്ലാതെ വരുമ്പോഴാണ് എല്ലാം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. പിന്നെ ഈ ചക്ക സീസൺ ആകുമ്പോൾ ഇറങ്ങും, ചക്ക പഠിക്കാൻ വേണ്ടി ഇറങ്ങും. അത് എൻ്റെ ഇവിടെ ദൂരത്തിൽ നാളെ മണമൊക്കെ കിട്ടി പയ്യങ്ങ് വരും. കാട്ടിൽ നന്നായിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ചക്കയോ അങ്ങനെയുള്ള നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ. കാട്ടിൽ പ്രകൃതിയിലൂടെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ഓരോ ചെടിയും ഓരോ ജന്തുക്കളും മൃഗങ്ങളും എല്ലാം പ്രകൃതിയുടെ വരദാനമാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ മനുഷ്യരെ നന്നായിട്ട് സ്നേഹിക്കുവാൻ സാധിക്കും, പ്രകൃതിയെ സ്നേഹിക്കാനും സാധിക്കും.